പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കനക്കുന്നതിനിടെ ഇറാനെ ആക്രമിക്കാനുള്ള കൃത്യമായ കാരണങ്ങൾ വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മാസങ്ങൾക്കകം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളും ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും അജയ്യമായ രീതിയിൽ വികസിപ്പിക്കുമെന്നതിനാലാണ് ഈ പ്രതിരോധ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ആയുധ ശേഖരം ശക്തിപ്പെടുത്തുന്നതിന് മുൻപ് ലഭിച്ച അവസാന അവസരമാണിതെന്ന് നെതന്യാഹു വിശ്വസിക്കുന്നു. മാസങ്ങൾക്കകം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ അണുബോംബ് നിർമ്മാണ പദ്ധതികൾ പൂർണ്ണമായി ശക്തിപ്പെടും. അവർ അജയ്യമായ പ്രതിരോധം തീർക്കും. അത് സംഭവിക്കും മുമ്പ് അവരെ തകർക്കുകയല്ലാതെ മറ്റ് വഴികളില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഭരണകൂടത്തെ മാറ്റമില്ലാത്ത മതഭ്രാന്തന്മാർ എന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. മുമ്പ് അവരുടെ ആണവ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ നിന്ന് ഇറാൻ പാഠം പഠിച്ചുവെന്ന് കരുതിയവർക്ക് തെറ്റിയെന്നും അവർ കൂടുതൽ അപകടകാരികളായി മാറുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറാന്റെ ലക്ഷ്യം ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയെ നശിപ്പിക്കുക എന്നതാണെന്നും നെതന്യാഹു ആരോപിച്ചു. ഈ ലക്ഷ്യത്തോടെയാണ് അവർ അതീവ രഹസ്യമായി തങ്ങളുടെ ആയുധ പദ്ധതികൾ വികസിപ്പിക്കുന്നത്. ഇതിനു പിന്നിലെ ചതിക്കുഴികൾ ലോകം തിരിച്ചറിയുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാന്റെ രഹസ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ടെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു. ഭൂഗർഭ അറകളും രഹസ്യ കേന്ദ്രങ്ങളും നിർമ്മിച്ച തങ്ങളുടെ മിസൈൽ പദ്ധതികളെ സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. വരും മാസങ്ങളിൽ ഇത് ആക്രമിക്കാൻ കഴിയാത്ത വിധം സുരക്ഷിതമാക്കപ്പെടുമായിരുന്നു. ഭാവിയിൽ ഇറാനെതിരെ ഒരു സൈനിക നീക്കം അസാധ്യമാകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഇപ്പോഴത്തെ കടന്നാക്രമണം. ഇപ്പോൾ ഞങ്ങൾ ആക്രമണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഭാവിയിൽ അതിന് സാധിക്കില്ലായിരുന്നു. ഇത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി.